ഹായ്, ഒത്തിരി ദിവസമായി കണ്ടിട്ടല്ലേ? ഒത്തിരി ദിവസമായി കണ്ടിട്ട്. നിങ്ങൾ ആരും പറയാതെ ഞാനൊരു ടൂറ് പോയി. നിങ്ങളോടൊന്നും പറഞ്ഞാൽ എനിക്കറിയാം എന്നെ വിടത്തില്ലെന്നറിയാം. ലുക്കാജിനും ലൂമിജിനോടുള്ള സ്നേഹം കൊണ്ടാണ് പോവില്ലേ അരി അവരേറ്റിട്ട് പോവില്ലെന്ന് പറയും. ഞാൻ പോകാതിരിക്കാൻ മാക്സിമം ശ്രമിച്ചു. അപ്പോഴത്തേനും ഇപ്പോൾ ആ മക്കളും അപ്പനും കൂടെ ബഹളം ഉണ്ടാക്കി. നിനക്ക് ലൂക്കായും ലൂമിയെ നോക്കിയാൽ പോരെ, നന്നായിട്ട് നോക്കുന്ന ആൾക്കാരെ നമുക്ക് നിർത്താം ഇവിടെ, അവർ നോക്കും എന്നും പറഞ്ഞ് ബഹളമായി. പിന്നെ പോകാതിരിക്കാനൊരു ഒരു നിവൃത്തിയില്ലാത്തൊരവസ്ഥയായിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ പോയത് കേട്ടോ. പോയോ ഒരൊറ്റ ദിവസം അവിടെ നിന്നു. പിറ്റേ ദിവസം അന്ന് രാത്രി തന്നെ അവിടുന്ന് വണ്ടി കയറി. പിന്നെ ഇവിടെ ഒന്ന് നോക്കാനായിട്ട് നന്നായിട്ട് നോക്കി, കുഴപ്പമൊന്നുമില്ല. പിന്നെ ലൂക്കത്തിന് സങ്കടം ഉണ്ടായിരുന്നു കാണാൻ. ലൂമിയുടെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ലൂമിയെ ഞാൻ പോകുന്നതിന് മുമ്പ് ഇവർക്ക് രണ്ടുപേരെയും കൂടെ നോക്കുന്ന ബുദ്ധിമുട്ടായിരിക്കും. ലൂമിയെ ഞാൻ ഒരു വീട്ടിലാക്കിയായിരുന്നു ഒരു ദിവസത്തേന്. പക്ഷേ ലൂമി അവിടെ നിൽക്കും. ലൂമി ഭയങ്കര കാർച്ചയും ബഹളമായിരുന്നു. പിന്നെ ഞങ്ങൾ പോയി കൊണ്ടുപോന്നു. അപ്പം ലൂക്കാച്ചിനെ ലൂമിയോടുള്ളതുകൊണ്ട് സന്തോഷമായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് ഭയങ്കര കൊല്ല ചെയ്യുമായിരുന്നു എന്നെ ഇട്ട്. അപ്പം ഞാൻ നിങ്ങളോടെല്ലാം പറഞ്ഞിട്ട് പോകണമെന്നൊക്കെ ആഗ്രഹിച്ചാണ്. പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ എനിക്കറിയാം നിങ്ങളെല്ലാം എന്നെ കൊല്ലും. പോകണ്ട ചേച്ചി എന്ന് പറഞ്ഞ് വേണം. അത് പറയാതൊന്നും മുങ്ങിയതാണ് കേട്ടോ. എന്നാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറേ പേരൊക്കെ കണ്ടു. ഞാൻ ആ ബസ്സേ ഇരുന്നുകൊണ്ട് പോകുന്ന യാത്രയിലെ കുറേ വീഡിയോകൾ ഇട്ടായിരുന്നു. അപ്പോൾ ആരാണ്ടൊക്കെ കണ്ടു. എവിടെയാ ചേച്ചി, മക്കളെ എന്ത് ചേച്ചി എന്ന് വെച്ച് ബഹളമായിരുന്നു. പിന്നെ നമ്മുടെ നിമ്മി ഉണ്ടല്ലോ, നിമ്മി നമ്മുടെ ഷോർട്ട് ഫിലിം എടുക്കാമെന്ന് പറഞ്ഞ് നിമ്മി അഭിലാഷില്ലേ, അവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ കാഞ്ഞങ്ങാട് റെസിഡൻസി അവർ പുതിയതായിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, വരണം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു. പക്ഷേ അതിനൊന്നും ആവശ്യം വന്നില്ല. എങ്കിലും എൻ്റെ ലൂക്കാസിനുള്ളതുകൊണ്ടല്ലേ എനിക്കൊരു അങ്ങനെ ഒരു ആളെന്നെ വിളിക്കാനും വിടുക. അല്ല, ഒരു പട്ടിക്കണ്ടനും ഇല്ല വിളിക്കാൻ. എൻ്റെ ലൂക്കാസിനുള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരാളെന്നെ വിളിക്കാനും ഒരു സഹായം വേണമെന്ന് ചോദിക്കാനും ഒരാളുണ്ടായത്. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും എന്നെ തിരക്കി എന്നെനിക്കറിയാം. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എത്രയെന്നറിയോ? 37,000 കഴിഞ്ഞ്. ഇനി 200 38,000 സബ്സ്ക്രൈബേഴ്സായി നമ്മൾ. പിന്നെ ഞാൻ കഴിഞ്ഞ ഇന്നലെ ഒരു വീഡിയോ ഇട്ടില്ലായിരുന്നു, ഒരു കുഞ്ഞിനെ കെട്ടിയിട്ടിരിക്കുന്നത്. ഞാൻ പിന്നെ അങ്ങ് ഡിലേറ്റ് ചെയ്ത് കളഞ്ഞു കേട്ടോ. ചിലപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും, അവരുടെ സാഹചര്യം കൊണ്ടായിരിക്കും അങ്ങനെ ഇട്ട്. പക്ഷേ ഏത് സാഹചര്യമാണെങ്കിലും നമ്മുടെ മക്കളെ അങ്ങനെ കെട്ടിയിട്ടിട്ട് പോയത് ഭയങ്കര ഒരു വേദനാജനകമായ ഒരു കാഴ്ച. ഞാൻ ഇതിനോട് കൂടി അത് ചേർക്കാൻ കണ്ടിട്ടില്ല, അതൊക്കെ കാണണം കേട്ടോ. ഒരു പൂച്ച കൊണ്ട് കഴിയില്ല. പക്ഷെ പൂച്ച ഒന്നും ചെയ്യില്ല. പൂച്ച കെട്ടിയിട്ടിട്ട് കുഞ്ഞിനെ വെറുതെ വിട്ടെങ്കിൽ നമുക്ക് സങ്കടം. നമ്മൾ രാവിലെ 7 മണിയായപ്പം ചുമ്മാ നടക്കാൻ വേണ്ടി ഇറങ്ങിയപ്പം കണ്ട കാഴ്ചയാണ്. തിരിച്ചു വരുമ്പോഴും അതിനെ അവിടെ കെട്ടിയിട്ടേക്കുവാണ്. അതിൻ്റെ മൂത്ത ഒരു കൊച്ചുണ്ട്, അതുമുണ്ട്. അത് ഈ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുവാണെങ്കിൽ നമുക്ക് അത്രയും വിഷമമില്ല. അമ്മയുണ്ട്, പക്ഷെ അതിനെ അങ്ങനെ കെട്ടിയിട്ടേക്കുന്നൊരു സങ്കടമായി. പക്ഷെ എനിക്കൊന്ന് ചോദിക്കാനോ പറയാനോ പ്രതികരിക്കാനുള്ള സാഹചര്യം ഇവരാരും തന്നില്ല. ഒരു 2 സെക്കൻഡേ ഞാൻ ആ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റുള്ളൂ. കാരണം വെച്ചാൽ ഇവരെ കൂടെ ഉണ്ടായിരുന്ന പുള്ളിക്കാരുണ്ടല്ലോ, സമ്മതിച്ചില്ല. ഇന്നാളെ പട്ടിക്ക് തീറ്റി കൊടുക്കാൻ പോയി ഞാനൊരു വയ്യാവേലി വരുത്തി വെച്ചില്ലേ, ഓർക്കുന്നുണ്ടോ? പട്ടി കരഞ്ഞപ്പം പട്ടിക്ക് ആഹാരം കൊണ്ട് പോയി, അത് വലിയ വിഷയമായി. അതുകൊണ്ട് ഞാൻ ഏത് വയ്യാവേലിയും കയറി കയ്യെത്തി പിടിക്കും. അതുകൊണ്ട് ഇവരെ എന്നെ സമ്മതിച്ചില്ല വീഡിയോ എടുക്കാൻ. ഇച്ചിരി കിട്ടിയതാണ് ഞാൻ ഇട്ടത്. അപ്പം ഓരോരുത്തരൊക്കെ പറഞ്ഞ അവരുടെ സാഹചര്യം കൊണ്ടായിരിക്കും. എന്ത് സാഹചര്യം ആയാലും നമ്മളങ്ങനെ കെട്ടിയിടുന്നത് ദോഷമല്ലേ? കുഞ്ഞുങ്ങളല്ലേ, പൊടിക്കുഞ്ഞ് 2 or 3 വയസ്സ് കാണും. അതങ്ങനെ ഞാൻ ഇതിൻ്റെ കൂടെ ഇടാൻ നിങ്ങൾ കണ്ടോണേ. പിന്നെ വേറെ എന്താ വിശേഷം? ലൂക്കാച്ചി സുഖം. ഞാൻ അവരെയും കൂടെ ലൂക്കാച്ചിനും ലൂമിച്ചേയും കാണിക്കാവേ. എനിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവരെ കാണിക്കാവേ. പിന്നെ എന്താ വിശേഷം? ഞാൻ പറഞ്ഞില്ലേ, പ്രതികരിക്കാനുള്ളൊരു പ്രതികരണശേഷി നമുക്ക് നഷ്ടപ്പെട്ടു പോകും. നമ്മൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ആങ്ങളമാരെ, അപ്പനെ, അമ്മ, ഇതെല്ലാം പ്രശ്നം. വേണ്ട എന്ന് വിലക്കും. കല്യാണം കഴിഞ്ഞതിന് ശേഷമോ ഭർത്താവ്, മക്കൾ, ഇവരും വേണ്ട. പിന്നെ എന്തുവാ ഒരു വിലയുള്ളതല്ലേ? ഒരു വിലയില്ല. ഇപ്പം ലൂക്കാടെ വിലയിലായിപ്പം ജീവിക്കുന്നത്. അങ്ങനെ ആയിപ്പോയി. എന്നോട് പറഞ്ഞാൽ നീ ആ വീഡിയോ എടുക്കണ്ട, നിന്നെയും കൊണ്ട് ഇതാ വെളിയിറങ്ങാത്ത, നിൻ്റെ ഒരു മൊബൈലിൽ മുമ്പ് ഞങ്ങൾ ബഹളം തോന്നി. പിന്നെ ഞാൻ എടുത്തില്ല കേട്ടോ. കൂടുതൽ എനിക്ക് എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ എടുപ്പിച്ചില്ല. പിന്നെന്താ ചെയ്യുന്നത് നമ്മൾ? അല്ലെങ്കിൽ അവരോട് പോയി സംസാരിക്കുമോ എന്തെങ്കിലും ചെയ്യുകയോ കൊടുക്കുകയോ ചെയ്യായിരുന്നു, അതിന് സമ്മതിച്ചില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു. പിന്നെന്താ വേറെ വിശേഷം ഒന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നു. മഴയാണ്. നിങ്ങളെ എല്ലാം കളിപ്പിച്ച് നിങ്ങളോടൊന്നും പറയാതെ പോയതിന് ഒരു സോറി പറയാം കേട്ടോ. ഇനിയും പറയാൻ ഞാൻ പോകത്തില്ല. ഇതിലും അപ്പനും മക്കളും എല്ലാം ഭയങ്കര വഴക്കാണ്. മൂത്തവനെ അവൻ്റെ കൂട്ടുകാരെല്ലാം അവനവിടെ പഠിക്കുന്നിടത്ത് ചെന്നു. അമ്മയും അച്ചാച്ചനും മാത്രം വന്നില്ലെങ്കിൽ, പക്ഷെ ഞാൻ പറഞ്ഞ അച്ചാച്ചനും അവൻ്റെ അനിയനുണ്ട്, നിങ്ങൾ കൂടെ പോകും. ഞാൻ ലൂക്ക കഷ്ടപ്പെട്ടില്ല. ലൂക്കായി രൂമിയെ വേറെ ആരെങ്കിലും നോക്കിക്കോളൂ, ഒരു ദിവസത്തെ കാര്യമല്ലേ, അമ്മ വരണമെന്ന് വേറെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് മാത്രം ഞാൻ പോയാട്ടോ. എനിക്ക് ഇരിക്കപ്പുറത്തില്ലായിരുന്നു പോയെടുത്ത് പോലും. ഇവന്മാർ എന്ത് ചെയ്യുന്നുള്ളത് ഇപ്പോഴും ആ കൊച്ചിനെ ഇവിടെ
ഇങ്ങനെ നോക്കാൻ വേണ്ടി നിർത്തിയ കൊച്ചിനെ ശല്യപ്പെടുത്തോണ്ടിരിക്കുന്നു. ലൂക്കേൻ്റെ ലൂമിയുടെ വീഡിയോ കോളിലെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമ്മുടെ റീനാമ്മയെ ഏൽപ്പിച്ചു, അവൾ അവിടെ ചോറ് കൊടുക്കുമായിരുന്നു. ഡെസ്പാൻ എടുക്കാൻ വരിക, ഞാൻ വീഡിയോ ചെയ്യുവാന്ന് മനസ്സിലായി. അപ്പോൾ എന്തെങ്കിലും പണി ചെയ്യണ്ടേ. പിന്നെ കുഞ്ഞിപ്പൂജ വന്നിട്ട് ലൂമിയുടെ കണ്ണടിച്ച് പൊട്ടിച്ച് വെച്ചേക്കുന്നു. എന്താ ചെയ്യാനെന്ന് പറ. കണ്ണടിച്ച് പൊട്ടിച്ചാൽ ഇപ്പോൾ സ്നേഹമായി. പിന്നെ വേറെ വിശേഷമൊന്നുമില്ല. ഇപ്പം വന്നതിൻ്റെ ഒരു തിരക്കും കാര്യങ്ങളും അപ്പടി വീടെല്ലാം മുഷിഞ്ഞ് കിടക്കുക. 2 മാസമായി പോയിട്ടെന്ന് തോന്നും. ഒറ്റ ദിവസം ഒന്നും മാറി നിന്നപ്പോഴത്തേന് ഇവിടുത്തെ സാഹചര്യം കണ്ടു കഴിഞ്ഞാൽ അപ്പം എല്ലാം വൃത്തിയാക്കും, ഇച്ചിരി ഭക്ഷണം ഉണ്ടാക്കുകയൊക്കെയാണ്. ഞാൻ വിശദമായിട്ട് അടുത്ത ദിവസം വരാം കേട്ടോ. ഓക്കെ, ബൈ. ഇതാ ഞാൻ പറഞ്ഞ കുഞ്ഞുണ്ട് കെട്ടിയിട്ടേക്കുന്ന കണ്ടോ. നീ അവനെ തൊണ്ട, നീ അവിടെ കിടന്നോ അവിടെ കിടന്നോ. ഒന്ന് ഒരു പണിക്കും പോകണ്ട, നിങ്ങളെ ഇത് കാണിച്ചു കൊടുക്കുമല്ല. തക്കടു, എൻ്റെ തക്കടുവിൻ്റെ കണ്ണൊന്ന് കാണിച്ചു എല്ലാവരും. തക്കടുവിൻ്റെ കണ്ണ് കണ്ടോ. ശരിയായി വരുന്നേ ഉള്ളൂ കേട്ടോ. എൻ്റെ ലൂമിച്ചനെ കണ്ണ് ശരിയായി കണ്ടോ. ചോരമയം പോലും കേട്ടോ. ഞാൻ വന്ന് മരുന്നൊക്കെ വാങ്ങി ചോദിച്ചു കേട്ടോ, കുറവായി. കാണിച്ചപ്പോൾ എന്നാ അതുകൊണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ കണ്ണ് കണ്ടോ. ഇങ്ങനായി അവള് മാന്തിയതാ. പൊന്നെ അമ്മയ്ക്ക് രസം വേണ്ട. അമ്മയ്ക്കൊരു പണി ചെയ്തത് അവൻ്റെ മണ്ടക്കോട്ട് കൊണ്ടാതെ വെക്കാതെ. അമ്മയ്ക്കൊരു പണി ചെയ്തതിൻ്റെ സങ്കടമാണ് കുഞ്ഞിന്.